പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള കുഴൽമന്നം എന്ന സ്ഥലത്തിനടുത്തുള്ള ഉഷാകുമാരിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീടെന്ന് പറയുമ്പോൾ ഇവിടെ സ്വന്തം വീടല്ല. ആ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ വീട് സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ചൊക്കെ പ്രിയമുള്ള സഹോദരി സംസാരിക്കും. ഒരു കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നു. 16 വർഷങ്ങളായി കടത്തിൻ്റെ ഇതിലേക്ക് വന്നിട്ട്, പക്ഷേ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് ഇവരിന്ന് ജീവനോടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നെക്കൊണ്ടോ ഈ വീഡിയോ കാണുന്ന ആളുകളെ കൊണ്ടോ കഴിയാത്ത ഒരു വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ 40 വയസ്സുള്ളതായിരിക്കുന്ന ഒരു സഹോദരിക്കും +1 പഠിക്കുന്ന ഒരു മോനും ഇത് അഭിമുഖീകരിക്കാനുള്ള ദൈവകൃപ ദൈവം നൽകിയത് കൊണ്ട് മാത്രമാണ് അവർ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവർ ഈ ലോകത്ത് നിന്ന് എന്നേ മറഞ്ഞു പോകുമായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഉഷാകുമാരി സഹോദരിയോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സിസ്റ്റർ, ഇപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഭയങ്കര കടഭാരത്താൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? കടത്തിലാണ്, കടക്കെണിയിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ എല്ലാം വിറ്റ്, നേരത്തെ കുറെ കടം ഉണ്ടായിരുന്നു, അതിൽ ഉള്ളതെല്ലാം വിറ്റ് കടം വീട്ടി, എന്നിട്ടും കടം വീടിയിട്ടില്ല. ബാലൻസ് ഉള്ള കടത്തിന് വേണ്ടി പലിശയ്ക്ക് എടുത്തിട്ടും അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് വാങ്ങിച്ചും തിരിച്ചു കൊടുത്തു. പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എടുത്ത് ചെയ്ത് ഇപ്പോൾ വലിയൊരു ബാധ്യതയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയിൽ മാത്രമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, രാവിലെ ഞങ്ങളെ വല്ലാതെ ആളുകൾ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും മാനസികമായിട്ട് തകർന്നൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം എല്ലാവരും രാവിലെ തുറക്കുമ്പോൾ തന്നെ, രാവിലെ ഞങ്ങൾ എണീക്കുന്ന മുൻപ് തന്നെ ഇവിടെ വീട്ടിൽ ആളുണ്ടാവും. അവർ വന്ന് വിളിച്ചിട്ടായിരിക്കും, മുറ്റത്ത് നിന്നിട്ടായിരിക്കും ഫോൺ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ എണീറ്റ് വരുന്നത്. അതുപോലെ ചില സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും 9-10 മണി വരെ ഇവിടെ വന്ന് ഇരുന്നിട്ട് പോവാതിരുന്നവരുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാണ്. പിന്നെ മോൻ പഠിക്കുന്നത് +1-നാണ്. അവനെൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം പഠിക്കാൻ പറ്റുന്നില്ല. ആളുകൾ വരുന്നത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ. 10ാം ക്ലാസ്സിൽ ഫുൾ A+, എല്ലാ വിഷയത്തിനും A+ ഉണ്ടായിരുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടാണ് +1 പഠിക്കുന്നത്. അപ്പോൾ അവന്റെ പഠിപ്പാണ് എനിക്കിനി മുന്നിലൊരു ലക്ഷ്യമുള്ളൂ. കാരണം അവനെ എങ്ങനെയും നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും. ഞങ്ങൾ ഇന്നുവരെ ജീവിച്ചു വന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താ? നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കടയുണ്ട്. ഒരു കടയുണ്ട്. കടയിൽ വന്നിട്ട് വരുമാന മാർഗമൊന്നും ഇപ്പോൾ എല്ലാം നിലച്ചു. കൊറോണകളെല്ലാം വന്ന് എല്ലാ പ്രശ്നങ്ങളായി. ബിസിനസ് ഇല്ല, സാധനങ്ങളൊന്നും ഇല്ല. നിസ്സാരം ഒരു 500 രൂപയ്ക്ക് ഇന്നലെ ഒരുത്തം വന്നിട്ട് മണിക്കൂർ കണക്ക് 4-5 മണിക്കൂർ വരെ 500 രൂപയ്ക്ക് വേണ്ടി കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോവില്ല എന്ന് പറഞ്ഞിരുന്നു. അവസാന അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇല്ലാതെയാണെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ എന്തായാലും രാവിലെ വേണം പറഞ്ഞിട്ട് തിരിച്ചു പോയി. രാവിലെ 7:30 ആകുമ്പോഴേക്കും 7-7:15 ആകുമ്പോഴേക്കും എന്നെ വിളിച്ചു തുടങ്ങി. വിളിച്ചിട്ട് പറഞ്ഞു 8 മണിൻ്റെ ഉള്ളിൽ പൈസ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ഇന്നലെ വന്ന് കാണിച്ചതുപോലെ ആയിരിക്കില്ല എന്ന് കാണിക്കുന്നത്, തല്ലി തകർത്തിടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരാളെ വിളിച്ച് പറഞ്ഞ് അവരൊരു 500 രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്ന് അതിന് അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് മാത്രം ദയനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല സമ്പന്ന കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ സാഹചര്യം കൊണ്ടെല്ലാം പോയി. പിന്നെ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ എല്ലാ ഭാഗത്തും ഒറ്റപ്പെടലായി. അതിലാണ് ഞങ്ങൾ ഒരുപാട് ഇതായത്. പിന്നെ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ ദൈവസ്നേഹവും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉള്ളതുകൊണ്ട് ഞാനും കുട്ടി ഇന്ന് ജീവിച്ചു പോവുകയാണ്. ഇതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് മറ്റൊരു മതപശ്ചാത്തലത്തിലായിരുന്നു. അതെ, ഹിന്ദു മതത്തിൽ നിന്നാണ് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ് യേശുവിനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോകാനും വരാനും എല്ലാം തുടങ്ങി. ഞാലത്തൂർ ഒരു സഭയിലാണ്, IPC സഭയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളുണ്ട്. എൻ്റെ ഈ കടഭാരം ഞാൻ പൈസ ചോദിച്ചിട്ട് പ്രശ്നമായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സഭയിലെ പാസ്റ്റർ വരെ അവർ വിളിച്ചിട്ട് പൈസ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ വരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചൊരു സാഹചര്യമാണ് 2 ദിവസം മുൻപ്.
ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയും സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് ഈ കടഭാരത്തിൽ നിന്നൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിലീസായേ പറ്റൂ. അത്രയ്ക്കും സാഹചര്യം മോശമായിട്ടായിരിക്കുന്നു. ഉണ്ണാനും ഉറങ്ങാനും പറ്റുന്നില്ല. മാസങ്ങളായി നേരെ വണ്ണം ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും പറഞ്ഞ അവസ്ഥയാണ്. കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതെന്നെ മാനസികമായിട്ട് വളരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കുട്ടീൻ്റെ പഠിപ്പ് കളഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. ഞങ്ങൾ ഇരിക്കുന്നതേ ഒരാളുടെ വീട്ടിലാണ്. അതിപ്പോൾ അവർ ഏത് സമയം ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. പിന്നെ എവിടെ പോകുന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അത്രയും മോശമൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്താ മോൻ്റെ പേര്? മനു. ഓക്കെ. എങ്ങനെയുണ്ട് പഠന കാര്യങ്ങളൊക്കെ? 10ാം ക്ലാസ് ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ +1 ഇപ്പോൾ +1 പഠിക്കുന്നത്. കടഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം കാരണം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ടെൻഷനും എല്ലാമായിട്ട് +1 നല്ല മാർക്കോടെ പാസ്സാകണം നല്ല ആഗ്രഹമുണ്ട്. ആളുകളൊക്കെ വന്ന് രാത്രികളിലൊക്കെ ഇവിടെ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ വലിയ പ്രയാസമല്ലേ? പ്രയാസമൊന്നും പഠിക്കാനൊന്നിനും പറ്റില്ല. ടെൻഷൻ. പ്രത്യേകിച്ച് മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആണുങ്ങളായിട്ടുള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പഠിക്കാനും ഒന്നിനും പറ്റുന്നില്ല. ടെൻഷനും കാര്യങ്ങളും തന്നെ ആലോചിച്ചിരുന്ന മൊത്തത്തിൽ ടെൻഷനാണ്. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ തന്നെ വേറെ വഴിയൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ സഹായിക്കണം. ഇനിയിപ്പോൾ വസ്തുവൊന്നും വിറ്റ് കടം തീർക്കാനില്ല. ഇനി വസ്തുവൊന്നുമില്ല, വിൽക്കാനൊന്നുമില്ല. അതെല്ലാം വിറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് വിട്ടിറങ്ങിയാൽ നിങ്ങൾ റോഡിലേക്കാണ്. വേറെ സ്ഥലമൊന്നുമില്ല, വീട് സ്ഥലമൊന്നുമില്ല. വാടകയ്ക്ക് ഇരിക്കാനാണെങ്കിലും പൈസയില്ല. ഓക്കെ. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? SBI ബാങ്കിലാണ്, പാലക്കാട് ബ്രാഞ്ചാണ്. ഓക്കെ. ആരുടെ പേരില്ല? എൻ്റെ പേരിൽ തന്നെയാണ്. ഉഷാകുമാരി എന്നാണ് പേര്. ഉഷാകുമാരി A ഇനീഷ്യൽ. എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന അച്ഛൻ്റെ പേര് അഴകൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഓക്കെ. അച്ഛനില്ല, അച്ഛൻ മരിച്ചതാണ്. ഓക്കെ. അമ്മയുണ്ടല്ലേ? അമ്മയുണ്ട്. അമ്മയൊക്കെ വലിയ പ്രായമായ വാർദ്ധക്യത്തിലായിരുന്നു. കാലുവേദന അങ്ങനെ ഇങ്ങനെയുള്ള അസ്വസ്ഥതയൊക്കെ ആയിട്ടിരിക്കുന്ന അമ്മ. നിങ്ങൾ ഭാരപ്പെട്ട് തകർന്നു പോകണ്ട. ഇതുവരെ നിലനിർത്തിയ ദൈവം നിങ്ങൾ നിലനിർത്തും. ഇപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി വന്നല്ലേ? എല്ലാവരും ഇപ്പം വളരെ കൂടി. പറഞ്ഞ സമയങ്ങളെല്ലാം കടന്നു പോയി. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു വഴിയില്ല, വരുമാനമില്ല. എന്ത് ചെയ്യുന്ന, എവിടെ നിന്ന് എടുത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഒന്നും വിറ്റ് കൊടുക്കാനുള്ളതെല്ലാം വിറ്റ് കൊടുത്തതാണ്. ഇനിയൊന്നും വിൽക്കാനും ഭക്ഷണത്തിന് പോലും സാഹചര്യങ്ങൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം പുറമേ കാണുന്നതല്ല കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ കൃപ അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ നിലനിന്ന് പോകുന്നത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന അത് ഞങ്ങൾക്ക് വലിയൊരു വിജയം തന്നെയാണ്. ഇനിയും വീണ്ടും ചോദിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വിടുതൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവരെയും പോലെ ഒന്ന് ഫ്രീയായി ഒന്ന് കഴിഞ്ഞു പോകാനൊരു അവസ്ഥ ദൈവമാക്കി തരണം. എല്ലാവരോടും വീണ്ടും ആവശ്യപ്പെടാണ് പ്രാർത്ഥന. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഒരു പരിഹാരം തരും. ഭാരപ്പെടണ്ട. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയില്ല. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതിയിട്ടുണ്ട്. കരുതുന്ന ദൈവമാണ്. പ്രൈസലോ. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സ്ഥിതി കേട്ടല്ലോ. ഞാനിങ്ങനെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു പോവുകയാണ്. ഭൂമിയിൽ ആരും ആശ്രയമില്ലാത്ത ഒരു സഹോദരിയും ഒരു മകനും, 40 വയസ്സുള്ള സഹോദരിയും, +1 ഇപ്പോൾ പഠിക്കുന്ന മോനും എങ്ങനെ ഈ പ്രശ്നത്തെ അതിജീവിക്കുന്നു? കാരണം പാതിരാത്രിയിലും അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും ആളുകൾ വീട്ടിൽ വരികയും ഫോണിലൂടെ വിളിച്ച് സ്വസ്ഥതയില്ലാത്ത നിലയിൽ തുടർച്ചയായിട്ട് ആളുകൾ മാറി വിളിച്ച് ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലും ജീവിതം മടുത്തു പോകുന്ന സാഹചര്യത്തിൽ ഒരു കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ അവർ നിലനിൽക്കുന്നത്. ഇല്ലായെങ്കിൽ എന്നേ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് ഇവർ ആത്മഹത്യ ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. ദൈവം ഇവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്
ഇവർക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഇവരുടെ അക്കൗണ്ടിൽ മാത്രം അയച്ചാൽ മതി. കാരണം ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ. സമാധാനത്തോടെ ഒരു ദിവസം രാത്രിയെങ്കിലും ഉറങ്ങട്ടെ. സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. ആശ്വാസത്തിൻ്റെ, നമുക്കറിയാമല്ലോ, സാമ്പത്തികമായ ബാങ്കിലാണെങ്കിൽ ബാങ്കുകാരോട് നമുക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷെ വ്യക്തികളോട് പൈസ എടുത്താൽ അവർ പല നിലയിലുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് തിരിച്ചടവ് മുടങ്ങിയാൽ എന്തു ചെയ്യും? അവരുടെ ഈ കൊടുത്ത ആളുകളുടെയും പ്രതീക്ഷ പോയി. കാരണം ഇനി പൈസ തിരിച്ചു കിട്ടില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നുകൊണ്ടാണ് ഇവരിപ്പോൾ വളരെ അസഹനീയമായി ബുദ്ധിമുട്ടിക്കുന്നത്. ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ 9745920074 എന്നീ നമ്പറിലോ 9388898993 എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കണമേ. വിളിച്ചു കിട്ടിയില്ല എങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കണമേ എന്ന് കർത്താവിൽ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ പ്രിയമുള്ളവരെയും പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.